എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർ ആ ഒരു വലിയ ലയന്റെ മുതുകിൽ കയറി അങ്ങനെ സ്പീഡിൽ പോവാണ്. വയലറ്റ് പെണ്ണിന്റെ അവസ്ഥ അത് വളരെ മോശമാണ്. എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവളുടെ അവസ്ഥ അത് വളരെ മോശമായി തീരും. ആ ലയൺ അങ്ങനെ മുൻപിലേക്ക് കുതിച്ചു പായാണ്. അപ്പൊ അവരുടെ തൊട്ട് പിന്നിലായിട്ട് അവര് കാണും ആ ഒരു ബീസ്റ്റ് അതിപ്പോ വലിയൊരു വെപ്പനും കയ്യിൽ തൂക്കിയെടുത്ത് അവരെ ലക്ഷ്യമാക്കി കുതിച്ചു പായാണ്. ലൂഫിക്ക് സോറയ്ക്കും ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആക്ച്വലി നമ്മുടെ ചെക്കന്മാർക്ക് ഫൈറ്റ് ചെയ്യാൻ യാതൊരു മടിയും പേടിയും ഇല്ല. എത്ര ദിവസം വേണമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് അവർ ഫൈറ്റ് ചെയ്യും. ഒരാളെ ഫൈറ്റ് ചെയ്യാൻ വിട്ടുകൊടുത്ത് മറ്റൊരാൾക്ക് പോകാനും അവർക്ക് മനസ്സ് വരില്ല. കാരണം ഇപ്പോഴാണ് അവർ പരസ്പരം കണ്ടുമുട്ടിയത്. എന്ത് ചെയ്യും, എങ്ങനെ അവനെ കൺട്രോൾ ചെയ്യുമെന്ന് അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ആലോചിക്കും. ലൂഫി ആണെങ്കിൽ ആ ലയന്റെ മേലെ തന്നെ നിന്ന് അതിനെ പ്രിവെന്റ് ചെയ്യാൻ അതുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയായി എഴുന്നേറ്റ് നിൽക്കും. അത് കണ്ട സോറോ ആണെങ്കിൽ ലൂഫിയോട് ആ കുഞ്ഞിപ്പെണ്ണിനെ നോക്കാൻ പറഞ്ഞ് അവനവന്റെ സ്ക്വാഡ് എടുത്ത് ഇപ്പൊ ആ ബീസ്റ്റിന് നേരെ അങ്ങനെ മുരച്ചു നിൽക്കുകയാണ്. ആ ഒരു ബീസ്റ്റ് ആണെങ്കിൽ തൊട്ടടുത്തെത്തി ഇപ്പൊ സോറോയുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. സോറോ അതിന്റെ പുറത്ത് നിന്ന് തന്നെ ആ ഒരു ബീസ്റ്റിനെ അച്ചരം പൊച്ചരം അറ്റാക്ക് ചെയ്യാണ്. രണ്ടുപേരും ആ ലയന്റെ മുതുകത്തേക്ക് പാഞ്ഞു കയറും. ലയനാണെങ്കിൽ ആ ബീസ്റ്റിന്റെ വെയിറ്റ് അത് താങ്ങാൻ കഴിയില്ല. മാത്രമല്ല അവര് ആടിയും മറിഞ്ഞൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ലയനാണെങ്കിൽ ഓൾമോസ്റ്റ് അതിന്റെ കൺട്രോളൊക്കെ പോയി കണ്ണിലൂടെ നക്ഷത്രങ്ങളൊക്കെ കത്താൻ തുടങ്ങും. ലോങ് ഷോട്ടിൽ ആ മെയിൻ വില്ലൻ ആണെങ്കിൽ വീണ്ടും വീണ്ടും അവന്റെ പവറുകൾ ആ ബീസ്റ്റിന് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ മോൺസ്റ്റർ ആണെങ്കിൽ അതിന്റെ കയ്യിലുള്ള ഒരുപാട് കൂർത്ത ആണികൾ അതുപയോഗിച്ച് ഇപ്പൊ എയ്സിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എയ്സ് ആണെങ്കിൽ അത് തട്ടി മാറ്റും. ബീസ്റ്റ് ആണെങ്കിൽ നൈസായിട്ട് അതേ ആണികൾ ഉപയോഗിച്ച് ഇപ്പൊ ലൂഫിയെ അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അതിൽ കൺട്രോൾ പോയ എയ്സ് ആണെങ്കിൽ ആ ആണി അതങ്ങനെ വെട്ടിത്തെറിപ്പിക്കും. അതിലൊരാണി നല്ല ഫോഴ്സിൽ തെറിച്ചു വന്ന് ആ മെയിൻ വില്ലന്റെ കയ്യിൽ നല്ല രീതിയിൽ തറച്ചു കയറുകയാണ്. അവനത് അവന്റെ സബോർഡിനേറ്റ്സിന് നേരെ ഡൈവേർട്ട് ചെയ്യും. അവന്റെ ബോഡിയിലുണ്ടായിരുന്ന അടുത്തൊരു സബോർഡിനേറ്റിന്റെ ലൈഫും അവിടെ വെച്ച് ഇല്ലാതാവുകയാണ്. ഇവിടെ സോറോ ആണെങ്കിൽ നിർത്താതെ അവന്റെ കയ്യിലുള്ള ആണികളെല്ലാം തട്ടി തട്ടി ആ മെയിൻ വില്ലന് നേരെ തെറിപ്പിക്കും. ആ മെയിൻ വില്ലൻ ആണെങ്കിൽ അവന്റെ ബോഡിയിൽ പറ്റുന്ന പരുക്കുകൾ അത് അവന്റെ അസിസ്റ്റൻസിന് നേരെ ഡൈവേർട്ട് ചെയ്ത് വിട്ട് അവരെ ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കും. കൺട്രോൾ പോയ ബീസ്റ്റ് ആണെങ്കിൽ അതിന്റെ അത് തുറന്ന് വലിയ രണ്ട് വെപ്പൻസ് പുറത്തേക്ക് കൊണ്ടുവരാണ്. ഇതൊക്കെയാണെങ്കിൽ അത് കണ്ടിട്ടും യാതൊരു കൂസലുമില്ല. അവൻ ഹായ് ആയിട്ട് നിന്ന് വീണ്ടും ആ ബീസ്റ്റുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ആ ബീസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ അതിന്റെ തുറന്ന് അറഞ്ചം പുറഞ്ചും ഒരുപാട് ആണികൾ അവന് നേരെ ആഞ്ഞു തുപ്പും. സോറോ ആണെങ്കിൽ അതെല്ലാം വെട്ടിത്തിരിപ്പിച്ച് വേറെ വേറെ ഭാഗത്തേക്ക് തെറിപ്പിച്ച് കളഞ്ഞ് അതിനെ ആഞ്ഞു വെട്ടി രണ്ടാക്കി മാറ്റി ദൂരേക്ക് അങ്ങനെ തട്ടി തെറിപ്പിക്കുകയാണ്. ആ മെയിൻ വില്ലൻ ആണെങ്കിൽ ആ കാഴ്ച കണ്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. അത്രയും വലിയൊരു ട്വിസ്റ്റ് അതവൻ പ്രതീക്ഷിച്ചതല്ല. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഫൈറ്റ് കഴിഞ്ഞ ഉടൻ നല്ല സ്പീഡിൽ വീണ്ടും മുൻപോട്ടേക്ക് കുതിക്കും. ഇവിടെ ആ മെയിൻ വില്ലൻ ആണെങ്കിൽ കാർഡൊക്കെ വെച്ച് വീണ്ടും പ്രോബബിലിറ്റി ചെക്ക് ചെയ്യാണ്. അപ്പോൾ അവന് മനസ്സിലാവും നമ്മുടെ ആൾക്കാർക്ക് ആരോ ഒരാൾ വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവര് ഇവിടെ രക്ഷപ്പെട്ടു പോകുമെന്ന് അവന് തീർച്ചയാവും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് സോറോ രക്ഷപ്പെടുത്തിയ പെണ്ണ് അവളാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ നോക്കി അങ്ങനെ ചിരിച്ചു നിൽക്കുകയാണ്. ഇവിടെ സോറോ അവൻ ഫൈറ്റ് ചെയ്ത ടെക്നിക്സുകൾ അതവൻ ഒന്നുകൂടെ ആലോചിക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ അവൻ്റെ ടെൻഷൻ കൂടും. കാരണം ആ വയലറ്റ് പെണ്ണിന്റെ ടെമ്പറേച്ചർ അത് കൂടിക്കൂടി വരികയാണ്. അവൻ ആ ലയണിനോട് കുറെ കൂടെ സ്പീഡ് കൂട്ടി മുൻപോട്ടേക്ക് പോകാൻ പറയും. അവരല്പദൂരം മുൻപോട്ടേക്ക് എത്തുമ്പോഴേക്കും ആ സിംഹം ആണെങ്കിൽ സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കുകയാണ്. കാരണം ആ വഴി അത് രണ്ടു വശത്തേക്കായിട്ട് അതിനറിയില്ല ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള വഴിയെന്ന്. അതങ്ങനെ കൺഫ്യൂസ്ഡ് ആയി ഈ രണ്ട് വഴികളിലേക്കും മാറി മാറി നോക്കും. ആണെങ്കിൽ ഇപ്പൊ ആകെ ടെൻസ്ഡ് ആവും. അവൻ ഫുൾ കലിപ്പില് ഇപ്പൊ ആ ലയണിനോട് യു ആർ അൺബിലീവബിൾ, നീ ഈ ഒരു ഐലാൻഡിൽ ജനിച്ചു വളർന്നവനല്ലേ, നിനക്ക് ഇവിടുത്തെ വഴികൾ അതൊന്നും കറക്റ്റായിട്ട് അറിയില്ലേന്ന് ചോദിക്കും. ആ ലയൺ ആണെങ്കിൽ അപ്പോഴും പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. സോറോ തീർത്ത് പറയും, അവൾ ഇനിയും ഇങ്ങനെ നോക്കി നിന്ന തീർച്ചയായിട്ടും ഈ വയലറ്റ് പെണ്ണ് അവൾ മരണപ്പെടും. സോ എത്രയും വേഗം ഏതെങ്കിലും ഒരു റൂട്ട് നോക്കി പോയേ പറ്റുമെന്ന് പറഞ്ഞ് ആ ലയണിനോട് റൈറ്റിലേക്ക് പോകാൻ പറയും. ആക്ച്വലി നമ്മുടെ സോറോ അവന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ആണ് വഴിതെറ്റി പോവുക എന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ മറ്റൊരാൾ വിളിച്ചു പറയും റൈറ്റ് അല്ല ലെഫ്റ്റ് ആണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ വണ്ടടിച്ച് ഇഷടാ ഇതാരാണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കും. അത് മറ്റാരുമല്ല സോറോ രക്ഷിച്ച ആ ഒരു ലേഡി. അവള് പറയും ആവശ്യമായിട്ടുള്ള ഡോക്ടറും മെഡിക്കൽ ഫെസിലിറ്റിയും അതെല്ലാം ഉള്ളത് ലെഫ്റ്റ് വഴിയിലൂടെ പോയാൽ മാത്രമാണ്. അവളാണെങ്കിൽ വീണ്ടും സോറോട് താങ്ക്സ് പറയാണ്. നീ കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ടാണ് എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചത്. അവളുടെ സ്ട്രെങ്ത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ ഈ ഐലാൻഡിലെ
ടീ ഹൗസിന്റെ ഓണറാണ്. അവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ ഞാൻ ഇത്രയും സമയം ഈ ലയന്റെ വാലില് അങ്ങനെ ഒളിച്ചിരിക്കുകയായിരുന്നു. അവളാണെങ്കിൽ വയലറ്റ് പെണ്ണിന്റെ അവസ്ഥ കാണും. എന്തുപറ്റി, ഇവൾക്ക് എന്താ സംഭവിച്ചേ? അതിന് ലൂഫി പറയും, അവൾ ആ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളം കുടിച്ചു, അതിനുശേഷം അവളുടെ അവസ്ഥ ഇങ്ങനെയാണ്, എത്രയും വേഗം അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അതിനാൽ ലേഡി ആണെങ്കിൽ അവരുടെ അടുത്ത് പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവളുമായിട്ട് എന്റെ ടീ ഹൗസിലേക്ക് വരണം, അവിടെ വെച്ച് ഇതിനുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരാം. അത് കേൾക്കേണ്ട താമസം സോറോ ദേഷ്യപ്പെട്ട് പറയും, നീ എന്തായി പറയണേ? ഒരാൾക്ക് സുഖമില്ലാതാവുമ്പോ അവരെ കൊണ്ടുപോകേണ്ടത് ടീ ഹൗസിലേക്കാണോ അതോ ഹോസ്പിറ്റലിലേക്കാണോ? ഞങ്ങൾക്ക് ടീ ഹൗസിലേക്കൊന്നും വരാൻ ഒട്ടും സമയമില്ല, എത്രയും വേഗം ഇവളെ സേഫായി ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഉടനെ അവളാണെങ്കിൽ ഇപ്പൊ സോറോയെ സമാധാനിപ്പിക്കും, എന്റെ കയ്യിലും ചില മെഡിക്കൽ ഹെർബ്സ് ഉണ്ട്, അതുപയോഗിച്ച് ഇവളുടെ പ്രോബ്ലം അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല നിങ്ങളുടെ ബോഡിയിലും ചില പരിക്കുകളൊക്കെ പറ്റിയിട്ടില്ലേ, എന്റെ കയ്യിൽ അതിനെല്ലാം മരുന്നുണ്ടെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഇപ്പൊ ആ സിംഹത്തെ അവളുടെ ടീ ഷോപ്പ് അത് ലക്ഷ്യമാക്കി അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിടും. കട്ട് ചെയ്ത മറ്റൊരു ഗ്രാമം കാണിക്കും. അവിടെയാണെങ്കിൽ കൊച്ചു കൊച്ചു ഷോപ്പുകൾ. ഇവിടെയാണ് ആ ചുന്ദരി ലേഡിയുടെ ടീ ഷോപ്പ് ഉള്ളത്. അവിടെ അവളുടെ വെയിറ്റേഴ്സ് ആണെങ്കിൽ കാര്യമായിട്ടുള്ള എന്തൊക്കെയോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തന്നെ ഒരു മോൺസ്റ്റർ ഫേസ് ഉള്ളവൻ അവിടേക്ക് കടന്നു വരും. ജയന്റ് ആണെങ്കിൽ കൈഡോയുടെ അസിസ്റ്റന്റ് ആണ്. അവനാണെങ്കിൽ വെയിറ്ററസ് പെണ്ണിനോട് വലിയൊരു എമൗണ്ട് ടാക്സ് ആയിട്ട് ചോദിക്കും. പക്ഷെ അവളുടെ കയ്യിൽ അത്ര എമൗണ്ട് ഇല്ല. അതിനവൻ പറയും, ഓക്കെ കുഴപ്പമില്ല, അത്ര എമൗണ്ട് നിനക്ക് തരാനായിട്ടില്ല എങ്കിൽ നീ എന്നെ വിവാഹം ചെയ്യണം, അങ്ങനെയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല എന്ന് പറയും. അവൾക്കാണെങ്കിൽ അവന്റെ മുഖവും സൈസും ഒക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പേടി തോന്നും. അവനാണെങ്കിൽ വായിൽ വെള്ളമൊക്കെ ഊറി അവളെ നോക്കി നിൽക്കും. അവനാണെങ്കിൽ ഒരുപാട് ഓഫറുകൾ അവൾക്ക് കൊടുക്കുകയാണ്. നീ എന്നെ മാരേജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്കൊരു അടിപൊളി ലൈഫ് കിട്ടും. ഇതുപോലെ വേറൊരു വെയിറ്ററസ് ആയിട്ട് നിനക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ നിന്റെ കാൽച്ചുവട്ടിലെത്തിക്കും. അതിനവളാണെങ്കിൽ കലിപ്പിൽ അങ്ങനെ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ആഹാരം വേണമെങ്കിൽ അത് ഞാൻ തരാം, അതല്ലാതെ എനിക്കൊരിക്കലും നിങ്ങളെ മാരേജ് ചെയ്യാനോ നിങ്ങളുടെ പാർട്ട്ണർ ആവാനോ യാതൊരു താല്പര്യവുമില്ല. അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇപ്പൊ ആ കട അത് നശിപ്പിക്കാനായിട്ട് കടയുടെ അടുത്തേക്ക് ഓടി അടുക്കും. അടുത്ത നിമിഷം നമ്മുടെ ആൾക്കാർ ആ ഒരു ലയന്റെ മുകളിൽ കയറി അവിടേക്ക് ലാൻഡ് ചെയ്യുകയാണ്. സോറോ ആണെങ്കിൽ ആ ജയന്റിനെ നോക്കി ഒന്ന് കണ്ണുരുട്ടും. അവനാണെങ്കിൽ പേടിച്ച് പ്രത്യേകിച്ചൊന്നും പറയാതെ അവിടുന്ന് അങ്ങനെ കടന്നു പോകും. ആ ചുന്ദരി ലേഡിയും വെയിട്രസും അവർ രണ്ടുപേരും ഇപ്പൊ വയലറ്റ് പെണ്ണിനെ അങ്ങനെ തൂക്കിയെടുത്ത് ഷോപ്പിനകത്തേക്ക് കൊണ്ടുപോവാണ്. ഇപ്പൊ സമയം കഴിഞ്ഞ് ആ ചുന്ദരി ലേഡിയും അതുപോലെ ആ ഒരു വെയിട്രസ് പെണ്ണും അവർ രണ്ടുപേരും ചേർന്ന് അവൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ തുടങ്ങും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ട്രഫാൽഗറിലോടെ ടീം അവരാണെങ്കിൽ ഒരു ബൈനോക്കുലറൊക്കെ വെച്ച് നമ്മുടെ ആൾക്കാരെ നോക്കുകയാണ്. അവരും കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ആൾക്കാർ അതിൽ ചെന്ന് വീഴാൻ പാടില്ല എന്ന് എൻഷുർ ചെയ്യാനാണ് അവർ നമ്മുടെ ആൾക്കാരെ വാച്ച് ചെയ്യുക. ഉടനെ അവരാണെങ്കിൽ അവരുടെ മാസ്റ്റർ ട്രഫാൽഗറിലോടെ അടുത്തേക്ക് പോകും. ഇവിടെ ട്രഫാൽഗറിലോ ആളും ഒരു സാമുറായുടെ വേഷത്തിൽ ഗഹനമായിട്ടിരുന്ന് എന്തൊക്കെയോ ചിന്തിക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പോ അയലാൻഡിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കാണിക്കും. അവിടെ സാക്ഷാൽ കൈഡോ അവനങ്ങനെ ഹായ് ആയിട്ടിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.